ഹലോ, ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ടിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇഫ് യു നെവർ ഡ്രിങ്ക് വാട്ടർ യു വിൽ എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ഡോട്ടും പിന്നെ ഒരു പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടതാണ്. അത് ജസ്റ്റ് ഞാനിപ്പോൾ പറയാൻ വന്നത് ഇതൊരു സ്കിറ്റ് മോഡലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിറ്റ് മോഡലാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ശരിയുണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാവരുടെ യൂട്യൂബ് ചാനലും ഷോർട്സൊക്കെ കണ്ട് പരിചയമായിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്താണ്. ഇതിന് തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്പർ കൊടുക്കാം, അതിൽ അറിയിച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അത് ഞാൻ കൊടുത്തോളാം. അതിലായിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് അറിയിച്ചാൽ മതി വല്ല കുറവുണ്ടെങ്കിൽ. പിന്നെ എനിക്കറിയില്ല ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഇടുക. അതായത് ഇപ്പോൾ ഞാൻ അഭിനയിച്ചത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നത് തന്നെയാണ്, വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനില്ല എടുത്തരാനായിട്ട്. ഇപ്പോൾ വീഡിയോ സ്വന്തമായിട്ട് എടുക്കണ കാരണം, സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കണ കാരണം ശരിയുണ്ടോ തെറ്റുണ്ടോ എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും കൂടുതൽ അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ടൈറ്റിൽ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോഴും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിൽ പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തല ഇറങ്ങി, എനിക്ക് വെള്ളം കിട്ടിയില്ല. അതായത് തല ഇറങ്ങി ആസ്മ വന്നു, വായിന്ന് ഇത് വരുമല്ലോ. അപ്പോൾ കാലും കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, ആസ്മ വന്നു. എനിക്ക് വെള്ളം എടുക്കാനായിട്ട് അവിടേക്ക് എത്താൻ പറ്റിയില്ല. വെള്ളത്തിന് ബോട്ടിൽ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുറേ ആൾക്കാരെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതിൽ. പക്ഷെ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ബോധം കിട്ടും അങ്ങനെ തന്നെ പോയി. പിന്നെ അതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റത്തെ എപ്പിസോഡിൻ്റെ ഒരു ഭാഗം. എനിക്ക് ആകെ പഠിച്ചപ്പോൾ തല ഇറങ്ങി, പിന്നെ എനിക്ക് വെള്ളം എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിറച്ചിട്ട് താഴെ വീണു, ആൾക്കാർ വിളിച്ചു, ആരും വന്നില്ല, ഞാൻ ബോധം കിട്ട് വീണു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട്. അതിൽ വല്ല മിസ്റ്റേക്ക് ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന കാരണം മേ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റോറി. അപ്പോൾ ഇത് കണ്ടിട്ട് മാത്രമാണ് അത് കാണാൻ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് നാൾ വളരെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എക്സാം ഉണ്ടായിരുന്നു, മോഡേൺ എക്സാമും ട്രിമിട്രി എക്സാമും എനിക്കുണ്ടായിരുന്നു. ട്രിമിട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന് ബന്ധപ്പെട്ടുള്ളൊരു എക്സാമാണ്. ആ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ 6ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അടുപ്പിച്ചപ്പോൾ എക്സാമുകൾ വരുന്നുണ്ട്. ടീച്ചേഴ്സ് എക്സാം തലയെ കൊണ്ടിട്ടേക്കാണ്. അതോടെ എക്സാമുള്ള കാരണം എനിക്ക് തീരെ ഫോൺ തൊടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ സമ്മതിക്കായിരുന്നില്ല, ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ നല്ലോണം നടന്നു, മാർക്കൊക്കെ നല്ലോണം കിട്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം കേട്ടോ. താങ്ക് യു.